ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ റെസിപ്പിയായ കോഴിക്കോടൻ ചിക്കൻ ചുക്കയാണ്. ഇതിന് വേണ്ടത് 1 കിലോ ചിക്കൻ മീഡിയം സൈസ് മുറിച്ചത്, ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അരമുറി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ചിക്കനിലേക്ക് മസാലയൊക്കെ ഇറങ്ങും വിധം നന്നായി മിക്സ് ചെയ്ത് ഇത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഈ ചിക്കൻ ആവശ്യമായി 4 സവാള പൊടിയരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊടിയരിഞ്ഞത്, 3 തക്കാളി മീഡിയം സൈസ് അരിഞ്ഞത്, 1/4 മുറി തേങ്ങ ചിരകിയത്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ചേർത്ത് നമുക്ക് മാറ്റി വെച്ച ചിക്കനെല്ലാം ഇട്ട് വറുത്ത് കോരാം. ചിക്കൻ നന്നായി ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. എല്ലാ ചിക്കനും ഇതുപോലെ വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, നേരത്തെ ചിരകി മാറ്റി വെച്ച തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ നന്നായി ബ്രൗൺ കളർ ആവുന്നവരെ വറുക്കുക. ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിൽ തന്നെ നമുക്ക് സവാള, പൊടിയെ എരിഞ്ഞ സവാള ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞു മാറ്റി വെച്ചതും കൂടി ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച തക്കാളി എല്ലാം കൂടി നന്നായി മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ചേർക്കാം. ഈ മസാലയെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മസാലയെല്ലാം നന്നായി തിളച്ച് വറ്റുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റി വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത്, പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ചിക്കൻ ചുക്ക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.